താമരശ്ശേരി ചുരം കയറി വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കാൻ പാടാത്തൊരു പ്ലേസാണ് നമ്മുടെ ചേമ്പ്ര പീക്ക്, അവിടുത്തെ ഹാർട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ അവിടേക്കാണ്. അപ്പോൾ നേരെ വിട്ടാലോ നമ്മുടെ വീട്ടിലോട്ട്. അപ്പോൾ നമ്മുടെ വയനാട്ടിലെ സെക്കൻഡ് ഡേ ഇവിടെ ആരംഭിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പിന്റെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ ട്രക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ആ പേരിലാണ് നമ്മൾ പകലെല്ലാം ഈ ട്രിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ വേറെ എവിടെ ഇല്ല, നമ്മുടെ ചേമ്പ്ര പീക്ക് ആട്ടോ. അപ്പോൾ ചേമ്പ്ര പീക്കിലോട്ടുള്ള ട്രക്കിംഗ് നമ്മളിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു 5 മണിക്ക് നമ്മൾ ഇവിടെ ഇറങ്ങി റൂമിൽ നിന്ന്. പക്ഷേ 1 മണിക്കൂർ ട്രാവൽ ഉണ്ട് നമുക്ക് അവിടെ എത്താൻ. കാരണം 7 മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരു 6 മണിക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ടൈം കണക്കാക്കി നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്നത് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങുന്നു. ഓക്കെ, അങ്ങനെ 6 മണിയാകുമ്പോഴേക്കും നമ്മൾ പാസ് എടുക്കുന്ന കൗണ്ടറിൽ എത്തിയിട്ടോ ചേമ്പ്ര പീക്കിന്റെ. അവിടെ 6 മണിയാകുമ്പോഴൊന്നും ആരും വന്നിട്ടില്ല. അതായത് വീക്കെൻഡ്, സൺഡേ പോലുള്ള ദിവസങ്ങളാണ് നല്ല തിരക്കോടെ ഉണ്ടാവുക. അല്ലാത്ത ദിവസങ്ങളിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 5 ആൾ ചേർന്നൊരു ബാച്ച്, ഒരു ഗ്രൂപ്പിനാണ് ഇവിടുത്തെ ടിക്കറ്റ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരാളാണെങ്കിലും 5 ആളിന്റെ ടിക്കറ്റ് എടുക്കണം, എങ്കിലേ ഇവിടെ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. നമ്മൾ പയ്യെ ഇവിടെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ എൻട്രിയിലോട്ട് ഏകദേശം 2 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ആ 2 കിലോമീറ്റർ കൊണ്ട് അവിടെ നിന്ന് എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് വൈകി പോകാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ വണ്ടി വിടാതിരിക്കുക. നമ്മുടെ വണ്ടി അതുവരെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് ആവേശം കൂടി പോയതുകൊണ്ട് വേഗം വണ്ടിനെയൊക്കെ പറഞ്ഞു വിട്ടു. നമ്മളെ നടക്കേണ്ട കാര്യം അറിഞ്ഞില്ല, അവർ പറഞ്ഞില്ല കേട്ടോ നമ്മുടെ അടുത്ത്. നമ്മൾ ഒരുപാട് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി പറഞ്ഞു വിട്ടു. പിന്നെ അവസാനം അവർ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി വരുന്നവരാരെങ്കിലും, ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് നോക്കുക. നമ്മളിപ്പോൾ 2 കിലോമീറ്റർ നടന്നു പോകണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 3-3.5 കിലോമീറ്റർ വീണ്ടും ട്രക്കിങ്. അകപ്പടെ തേഞ്ഞിട്ടും പിന്നെ ഇതിന്റെ മെയിനായിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. എത്ര പറഞ്ഞാ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റ് നോക്കി, ഇതിന്റെ ഇപ്പോഴും ചേമ്പ്രയുടെ സൈറ്റ് കിടക്കുന്നത് 5 ആൾക്ക് 1700 രൂപ നിൽക്കുന്നത്. പക്ഷെ അതൊക്കെ വിശ്വസിച്ച് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ പാടും. കാരണം ഇവിടെ 5 പേർക്ക് വരുന്നത് പറഞ്ഞിരിക്കുന്നത് 4000 രൂപയാണ് ഇപ്പോൾ പറയുന്നത്. എൻ്റെ സൈറ്റിൽ മാറ്റിയപ്പോൾ എന്ത് തന്നെ പ്രശ്നമുണ്ട്, എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവരതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും. അത് ഇവിടെ വരുന്ന അത് നോക്കി വരുന്ന ട്രക്കിങ്ങുകാർക്ക് വല്ലാത്തൊരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ആണ്. കാരണം ഇത്രയും ദൂരം ഓടി വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇവർ ഈ റേറ്റ് പറയുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താ ഇത്ര ദൂരം വന്നില്ലേ, പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വന്നത് തന്നെ നേരത്തെട്ടാ. ഇങ്ങോട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതിന്റെ പേരെന്തായിരുന്നു, അപ്പൊ നമ്മൾ ഇത്രയും മെയിനായിട്ട് വന്നത് തന്നെ ചേമ്പ്ര പീക്ക് കയറണം എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്താ ചെയ്യാ, ഇത്രയും റേറ്റ് പറഞ്ഞിട്ട് നമുക്കത് പിന്മാറാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് കയറുന്നത് അല്ലേ. ഓക്കെ, സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് വിചാരിച്ചത്ര തണുപ്പൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ കിട്ടി. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ പൊള്ളിയോട്ടെ, രക്ഷയില്ല, നല്ല ഭംഗിയാണ് കാണാൻ. എവിടെ നോക്കിയാലും നല്ല രസമാണ് കാണാൻ. പിന്നെ ഇതാ കാണുന്ന മലയൊക്കെ ചാടി കടന്ന് പോകണം, എങ്കിലേ നമ്മുടെ ചേമ്പ്ര പീക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ചെന്നാലേ അറിയുള്ളൂ. തേയിലത്തോട്ടമൊക്കെ ഒന്നും രക്ഷയില്ല കേട്ടോ, ഫുൾ തേയിലത്തോട്ടമാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ആ ഭാഗത്തായിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്നാണ് യഥാർത്ഥ ട്രക്കിംഗ് ആരംഭിക്കുന്നത് കേട്ടോ. നമ്മൾ അവിടെ പോയിട്ട് അവിടെ നമ്മുടെ എൻട്രി, അവിടെ എടുത്ത പാസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചതിന് ശേഷം പോകണം. പിന്നെ നമ്മുടെ വെഹിക്കിൾ ഉണ്ടെങ്കിൽ, ഓൺ വെഹിക്കിളിൽ വരികയാണെങ്കിൽ ഇതുവരെ നമുക്ക് വെഹിക്കിൾ കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവന്നിടാം. നമുക്ക് കിട്ടിയൊരു മണ്ടത്തരം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വെഹിക്കിൾ വിട്ടത് കൊണ്ട് നമുക്ക് ഇത് എത്ര ദൂരം നടക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഫുൾ ചെക്കിംഗ് ഉണ്ട്. ഫുൾ നമ്മുടെ കയ്യിൽ അല്ല ലൈറ്റർ കാര്യങ്ങൾ അല്ലെങ്കിൽ മദ്യം അങ്ങനത്തെ ഐറ്റംസ് വല്ലതൊക്കെ ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും കാട്ടിലോട്ട് അലോഡ് അല്ല കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഒരു കുപ്പിയിലാക്കി തരുന്നുണ്ട്, അത് ചില്ല് കുപ്പിയിൽ. ഈ ചില്ല് കുപ്പി തിരിച്ചെത്തിച്ചില്ലെങ്കിൽ 100 രൂപ കൊടുക്കേണ്ടി വരും, എവിടെയും വീണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ. അങ്ങനെ കുറച്ചും കൂടി അകത്തോട്ട് വരുമ്പോൾ ഒരു എക്കോ ഷോപ്പൊക്കെ ഉണ്ട്. എക്കോ ഷോപ്പിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. നമുക്കിപ്പോൾ ട്രക്കിംഗ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഈ വാച്ച് ടവറിൽ വന്നിട്ട് ഇവിടുത്തെ വിഷ്വൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രക്കിംഗ് ആരംഭിക്കാം. ഇവിടുന്ന് ട്രക്ക് ചെയ്യാനായിട്ടോ ഫീസ് ഉള്ളൂ. ഇതുവരെ വരാൻ ഒരു 40 രൂപ അങ്ങനെ എന്തൊരു ചെറിയൊരു ഫീസ് ഉള്ളൂ. ഈ വാച്ച് ടവറാണത്. ഇവിടെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. രാവിലെ നേരെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുമില്ല ഇന്നിപ്പോൾ. അതായത് വീക്കെൻഡ് ഒന്നും അല്ലല്ലോ, വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ശരിക്കും ചേമ്പ്ര പീക്കിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങുന്നത്. തുടക്കമൊന്നും വലിയ പ്രശ്നമില്ല, ഒരു നോർമലായിട്ടൊരു കാട്ടുവഴി, ചെറിയ നമ്മുടെ നാട്ടിലുള്ള ചെറിയ വഴികൾ പോലെ തന്നെയാണ്. ഒരുപാട് ടാസ്ക് പിടിച്ച ഏരിയകളൊന്നും അല്ല, ചെറിയൊരു കാട്, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ ഇനി പോകെ എന്താ അവസ്ഥ എന്നറിയില്ല. നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും വരുന്നുണ്ട്, മാനേജേട്ടൻ ഉണ്ട്, അതുപോലെ തന്നെ ചേച്ചി
വിനിതേച്ചി, പുറകിൽ നമ്മുടെ ജിതനും വരുന്നുണ്ട് കേട്ടോ. കുറുകിക്കൊണ്ടുവരുന്നു. എനിക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലാണ് പേടിക്കാനുള്ളത്. കാരണം ഈ മണ്ണ് ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ ഇടയിൽ ചെറിയ ടാസ്ക് കിട്ടുന്ന ഭാഗങ്ങൾ ഇതുപോലെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കയറൊക്കെ പിടിച്ച് കയറി പോവാം. അല്ലാത്ത ഇപ്പോൾ വേനലായത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ കൂടെ മെയിനായിട്ടൊരു കാര്യം പറയാം, ഗൈഡ് ഉണ്ടാവില്ല. ഈ 3-4 കിലോമീറ്റർ നമ്മൾ ട്രെക്ക് ചെയ്യണതും ഗൈഡ് ഇല്ലാതെയാണ്. പക്ഷേ ഓരോ 500 മീറ്റർ പോയിന്റിൽ ഓരോ ഗൈഡുകൾ അവിടെ സ്തംഭിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഡയറക്ഷൻ തരാനും നമ്മളെല്ലാവരും അവിടെ നിന്ന് കയറി വരുന്ന എല്ലാവരും ഇവിടെ എത്തുന്നുണ്ടെന്ന് നോക്കാനും ഉണ്ടാവും കേട്ടോ. അങ്ങനെ മലകയറ്റം തുടങ്ങി ഏകദേശം നല്ല രസമുണ്ട്. ഇപ്പോഴൊന്നും വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അതായത് ചെറിയൊരു വെയിലുണ്ട്, അതിൻ്റെ ഒരു ചെറിയ ചൂടും അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് പിന്നെ വെയിലിൻ്റെ ചൂട് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല, ചെറിയൊരു ചൂട് അറിയുന്നുള്ളൂ. അപ്പോൾ ടാസ്ക് തന്നെയാണ് എന്ത് വെച്ചാലും. രാവിലെ ഫുഡൊന്നും കഴിക്കാതെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ ആ നേരത്തെ അവിടെ ഒന്നും ഫുഡ് കിട്ടാനില്ല. അപ്പോൾ എന്തെങ്കിലും കയ്യിൽ കരുതുന്നവർക്ക് ഇടയ്ക്ക് വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. അതും പ്ലാസ്റ്റിക് കവറിലൊന്നും കരുതരുത് കേട്ടോ. ഒന്നില്ലെങ്കിൽ നല്ല കണ്ടെയ്നറുകളിൽ കൊണ്ടുവരാം, അത്രയൊക്കെ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് നോട്ട് അലൗഡ്. അങ്ങനെ നമ്മുടെ വിനിതേച്ചിയുണ്ട്, നിശ്ചയിച്ചുണ്ട്, എല്ലാവരും ചെറിയതായിട്ട് ക്ഷീണിച്ചു തുടങ്ങി, വടിയൊക്കെ കുത്തി കയറുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചാടി പോകുന്നുണ്ട്. എത്ര ദൂരം ഇങ്ങനെ ചാടുന്നറിയില്ല. എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വയനാട് എന്ന് പറയുമ്പോൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ വന്ന ട്രിപ്പിൽ മെയിൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം നമുക്ക് ഈ ചേമ്പ്ര പീക്ക് തന്നെ കേട്ടോ. ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. നല്ലോണം ക്ഷീണിച്ചു. നമ്മുടെ ചേച്ചിയാണെങ്കിലും മനോജേട്ടനൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പയ്യെ കയറി വരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഷൂ കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പർ ആയിരിക്കണം. കാരണം ഈ കരിങ്കല്ലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാലേ അതിൽ ചെറിയൊരു മണ്ണിൻ്റെ പൊടി കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ചവിട്ടി നമ്മൾ നിൽക്കുന്നത് താഴെയായിരിക്കും. അത്രയും ടാസ്ക്കാണ് അങ്ങനെയുള്ള കയറ്റം. അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. നമുക്കിനി വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കവർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മെല്ലെ സ്ലോയിലായിട്ട് ഇവരുടെ ബാക്കിൽ നിന്ന് കവർ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ ഓട്ടത്തിൽ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ലോണം ക്ഷീണിച്ചു. പിന്നെ നമുക്ക് അവിടെ കൊണ്ടുവന്ന വെള്ളം ഞാൻ പറഞ്ഞില്ല, ഒരു കുപ്പി ഞങ്ങൾ ഇടവഴി വെച്ച് പൊട്ടിച്ചു. ചേച്ചിക്കൊന്ന് ടയർഡായിട്ടോ. ചേച്ചി ആദ്യമേ പറഞ്ഞത് ഞാൻ ഇന്ന് കയറുന്നില്ല, എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു. പുള്ളി ഭയങ്കര എക്സ്പെക്ടേഷനിൽ വന്ന ആളാണ്. പക്ഷെ ഇന്ന് വയ്യാന്നൊക്കെയാണ് രാവിലെ തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കോട്ടയം ലേഡി. താഴെ തേയിലത്തോട്ടിൻ്റെ ഇടയിൽ കിടന്ന് ചെറിയ വഴി കണ്ടോ, അവിടെ നിന്ന് തുടങ്ങി ഞങ്ങൾ നടക്കാൻ. ഞങ്ങളങ്ങനെ ഏകദേശമൊക്കെ മുകളിലെത്തി. ഇനിയിപ്പോൾ പുൽത്തിട്ടുകളാണ്, ഫുള്ള് പുല്ലാട്ടോ. ഒരു മഴ സീസണിലോ അല്ലെങ്കിൽ നല്ല മഞ്ഞ് സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പച്ച വിരിച്ച് നിൽക്കാന്ന് കാണാനുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. സത്യം പറഞ്ഞാൽ സൂപ്പറായിരിക്കും. പക്ഷേ നമ്മൾ വന്ന ടൈം അങ്ങനെ അതിനനുസരിച്ചുള്ള ടൈമല്ല. അതുകൊണ്ടാണ് ഇച്ചിരി കരിഞ്ഞ ഭാഗങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് കത്തിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ഞാൻ അവിടെ ചോദിച്ചിട്ടോ. അവിടെ ഒരു ഗേറ്റ് ഇരിക്കുന്ന പുള്ളിയോട് ചോദിച്ചപ്പോൾ അത് ഫയർ ബെഡാണെന്ന് പറഞ്ഞത്. ഫയർ ബെഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു തീപിടുത്തം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മളെ കുറച്ച് ആൾക്കാരെ സേവ് ചെയ്തിട്ട് അവിടെ കൊണ്ട് നിർത്താം. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ തീ വരില്ല. അങ്ങനെ ഇവർ ഇടയിൽ ഓരോ ഭാഗങ്ങൾ ഇതുപോലെ കത്തിച്ചിട്ടോ അത്രേ. അങ്ങനെ ചെയ്താണെന്ന് പറയണത്. കുഴപ്പമാണ്. എന്തായി പിന്നെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. കുറച്ചു നേരം നമ്മളിരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 500-600 മീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ എത്തുന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കട്ടെ, പകുതി വഴിയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ നിശ്ചയിച്ച്. അപ്പോൾ നിശ്ചയിച്ചാണ് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ. ബാക്കി എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും ക്ഷീണിക്കുകയും ചെയ്തു. നിശ്ചയിച്ച് ഫുൾ പവർ കാണിച്ച് ആൾ കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നാലെ നമ്മുടെ ദൃശ്യേച്ചും വരുന്നുണ്ട് കേട്ടോ. നല്ലപോലെ കാറ്റുണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ ശരിക്കും ഞാൻ ഇവിടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മഞ്ഞുള്ള സമയത്ത് അല്ലെങ്കിൽ കോട ഇറങ്ങുന്ന സമയത്ത് ഈ പച്ചപ്പ് വിരിച്ച് നിൽക്കുന്ന ഈ മല കാണാൻ അല്ലെങ്കിൽ ഈ കുന്നും മേടുകൾ കാണാൻ എന്ത് രസമാണെന്ന് പറയും. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ ഒന്നുകൂടി വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പറ്റുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ആ കറക്റ്റ് സീസണിൽ വന്നിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോഴും കൊള്ളാം. ഇപ്പോൾ കാറ്റുള്ളത് കൊണ്ട് വലിയ ചൂടറിയുന്നില്ല. പിന്നെ ഈ കരിഞ്ഞ് നിൽക്കുന്ന പുല്ലുകൾ മനസ്സിന് ചെറുതായിട്ടൊരു വിഷമം വരുത്തുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഒരു വിഷ്വൽ നല്ല രസം തന്നെയാണ്. പിന്നെ മുകളിലോട്ട് ചെല്ലുമ്പോൾ കുറച്ച് ആൾക്കാർ ക്യാമറയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവരെന്തോ ബേർഡ് സർവേ ആണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഗൈഡ് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗൈഡ് നിൽക്കുന്ന പോയിന്റ് കേട്ടോ. അവരുടെ അതൊരു ബേർഡിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ഏതോ ഒന്ന് അതിൽ കൂടെ പറക്കുന്നുണ്ടെന്ന് കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവിടെ നോക്കിയാൽ തന്നെ നമ്മുടെ ചേമ്പ്രയുടെ സ്വന്തം ഹാർട്ട് ലേക്കും കാണാം. ഹാർട്ട് ലേക്കിൽ ചെറിയൊരു ഭംഗി കാണാം. അത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു മനസ്സിനൊരു കുളിര് വരും.
രാവിലെ മുതൽ നമ്മൾ കഷ്ടപ്പെട്ട് പച്ചവെള്ളം മാത്രമുള്ളൂ കുടിക്കാൻ, അത് മാത്രം കുടിച്ച് ചാടി പിടിച്ച് കയറി വന്നിട്ട് ഇത് കാണുമ്പോണ്ടല്ലോ സത്യമായിട്ടും നമ്മുടെ ട്രിപ്പ് ഇപ്പോഴാണൊന്ന് പൂർണ്ണമായി, ഇപ്പൊ തന്നെ പൂർണ്ണമായിട്ടോ സത്യം പറഞ്ഞാൽ. അത്രയും രസമാണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ചേമ്പ്ര പീക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പച്ചപ്പിലും ആ കോടമഞ്ഞിലും കൂടി ഇതൊന്ന് കാണുന്ന നല്ല ആഗ്രഹമുണ്ട്. അത് ഞാൻ ചെയ്യാൻ ചെയ്യും. എന്താ വെച്ചാൽ നമുക്ക് പറ്റുന്നൊരു സമയം ഉണ്ടെങ്കിൽ നമ്മളത് വന്ന് കാണുക തന്നെ ചെയ്യും. പക്ഷെ ഇവിടുത്തെ ട്രക്കിംഗ് ഫീസൊക്കെ നല്ല കൊള്ളയാണ്, എങ്കിലും കുഴപ്പമില്ല. ആ വിഷ്വൽ കാണാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ട് വരാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മാസം മുൻപാട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്നുള്ള പ്ലാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ചേമ്പ്രയിൽ ഒരു ഹാർട്ട് ലേക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ യൂട്യൂബിൽ കാര്യങ്ങൾ കുറെ സെർച്ച് ചെയ്തു, അപ്പോൾ അത് കുറേ വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ ഇത് വെച്ചിട്ട് നമ്മൾ വന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ കുറേ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒന്നാമത് ഇതിൻ്റെ ഫീസിൻ്റെ കാര്യം, പിന്നെ ഇതിൻ്റെ സമയം, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ എൻട്രി എത്ര, ആ കാര്യങ്ങളൊക്കെ നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സത്യം പറഞ്ഞാൽ ഫുൾ ഹാപ്പിയിലാട്ടോ, എല്ലാവരും അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ്. പല രീതിയിലുള്ള റീൽസ് ഒക്കെ എടുക്കാനുള്ള പ്ലാനിങ് ആട്ടോ. ഒന്നും നടക്കുന്നൊന്നുമില്ല നേരം ഉണ്ടാവും. ഒരാൾ തെക്കിട്ട് നോക്കുമ്പോൾ ഒരാൾ വടക്കിട്ട് നോക്കുന്ന അവസ്ഥയായിട്ടല്ലേ. എന്താ കാണിക്കണമെന്ന് ഒരു പിടിയിലാണ്ട് നിൽക്കണം എല്ലാവരും കൂടിയിട്ട്. ആ പക്ഷിയെ നോക്കുന്ന ആൾക്കാരെ പിടിച്ച് അവസാനം ഞങ്ങൾ റീൽസ് എടുപ്പിച്ചു. നമ്മുടെ സീ ലെവലിന് ഏകദേശം 2100 മീറ്ററോളം ഉയരത്തിലാട്ടോ ഈ ചേമ്പ്ര പീക്ക് ഉള്ളത്. അവിടെയാണ് ഈ തടാകമുള്ളത്, ചെറിയൊരു തടാകമുള്ളത്. ഇത്രയ്ക്കും ഹൈറ്റ് നിന്നിട്ട് പോലും ഇവിടെ വെള്ളം പറ്റല്ലോ, അങ്ങനെ ഒരു വരൾച്ച കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ എല്ലാ സമയത്തും മൃഗങ്ങൾക്ക് വന്നിട്ട് ഇവിടുന്ന് വെള്ളം കുടിക്കാന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അതേപോലെ തന്നെ ഭംഗിയുള്ളൊരു സംഭവമാണ് ആ പീക്കും. ഒരു രക്ഷയില്ല. ആ മലനിരകളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. പിന്നെ അവിടെ നിന്നുള്ളൊരു താഴത്തോട്ടുള്ള വ്യൂ ഒക്കെ ഇല്ലേ, നമ്മുടെ വയനാടിന്റെ ഏതോ ഭാഗമൊന്നും എനിക്കറിയില്ല, വയനാടിന്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ ഇവിടെ നല്ല വൃത്തിയായിട്ട് കാണാം. ഏകദേശം ഇത്രയും താഴത്തുനിന്നാണ് ഞങ്ങൾ ഇവിടെ കയറി എത്തുന്ന ആലോചിക്കും ഞങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. എന്താ വെച്ചാൽ പിന്നെ നല്ല പോലെ കാറ്റുണ്ട്, അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ നിൽക്കുക. ഫോട്ടോ എടുക്കുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് തന്നെ നിൽക്കണം. ശരിയാണ്. ഒരു റൗണ്ട് ഒരു കുത്ത് ഒരു സ്ക്വയർ, പിന്നെ ഒരു സ്റ്റാർ കൂടെ ഉണ്ട്. ഇതൊക്കെ സർവേയുടെ ഫോറസ്റ്റിന്റെ സർവേ ബൗണ്ടറി കാര്യങ്ങളൊക്കെ സർവേ സ്റ്റേഷൻ എന്തൊക്കെയാണ്. അപ്പൊ റവന്യൂവിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. എവിടെ പോയാലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ ആ ലേക്ക് ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ വേനൽ തുടങ്ങുന്നതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒരുപാടൊന്നുമില്ല, എങ്കിലും നല്ല വെള്ളമാണ് ഉള്ളത്. പിന്നെ മൃഗങ്ങൾ വരുന്നു രാവിലെ നേരത്തെ മൃഗങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഒന്ന് വൈകുന്നേരമൊക്കെ മൃഗങ്ങളുണ്ടാവും. ആ സമയത്തൊന്നും ഇവിടെ ട്രക്കിംഗ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറ്റി വിടുന്ന കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വീഡിയോസ് എടുത്തു കൂട്ടോട്ടെ, എവിടെ കണ്ടാലും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ത്വരയാണ്. അങ്ങനെ ഞങ്ങൾ കിട്ടിയ എല്ലാ ചാൻസും ഞങ്ങൾ കുറേ കവർ ചെയ്ത് കുറേ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക വെച്ചാൽ ഒരു മണിക്കൂറിന് മുകളിൽ ദൈർഘ്യം വരും. അത്രയും വലിയൊരു വീഡിയോ ഉണ്ടോ. അങ്ങനെ നമ്മൾ ചേമ്പ്ര പീക്കിനോട് വിട പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ ഇറങ്ങണം, കാരണം ഇപ്പോൾ ഒരു സമയം ഒരു 10:30 ആയിട്ട് നമുക്കൊരു 11 മണി അല്ലെങ്കിൽ ഒരു 11:30 ആ സമയമാകുമ്പോഴേക്കും നമുക്ക് താഴെ എത്താൻ പറ്റുള്ളൂ. അത്യാവശ്യം കയറുമ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഇരട്ടി ബുദ്ധിമുട്ടാണെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ചേമ്പ്ര പീക്കിലെ വ്യൂസ്. ഇപ്പോൾ വയനാട്ടിലെ ബാക്കി ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ പറ്റിയെന്നേ ഉള്ളൂ. പക്ഷെ എന്തായാലും വന്നതിൽ വളരെ വർത്തായിട്ടൊരു സ്ഥലമാണ് ചേമ്പ്ര പീക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ വയനാട്ടിലെ വേറെ വീഡിയോകളുണ്ട്. കുറുമ്പാലക്കോട്ടിലെ വ്യൂ ഒക്കെ ഉണ്ടല്ലോ, ഒരു ഉഷാർ വ്യൂ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിൽ കിട്ടില്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കയറ് പൊളിച്ച് ഇനി ഇറങ്ങേണ്ട സ്ഥലത്ത് ശരിക്കും അതായിരിക്കും നമ്മുടെ സിപ്പ് ലൈൻ. താങ്ക് യു ബ്രോ. ഞാൻ ഒരു കട്ടൻ ചായ, അത് ബാക്കിയുള്ളവർക്ക് ഞാനും